സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ 50 നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരമല്ല, ആത്മാവാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ആത്മീയ ബോധ്യമാണ്. ആഗോള സഭയിൽ എന്ന തിരുവചനങ്ങളുടെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി 17 അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടി. നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രാഹത്തിന്റെ വിശ്വാസത്തിലൂടെ അബ്രാഹത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന ദൈവം അബ്രാഹത്തിൽ വസിച്ചു. അബ്രാഹത്തിൽ യേശുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയും, അബ്രാഹത്തിൽ യേശുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു, ഇസഹാക്കിൽ യേശുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു, യാക്കോബിൽ യേശുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. യാക്കോബിന്റെ 12 മക്കളാ. യൂദായിൽ യേശുവിന്റെ ആത്മാവാണ്. യൂദായുടെ സിംഹം, യൂദാ ഗോത്രത്തിലാണ് യേശു പിറന്നത് നമ്മൾ പറയുന്നു. ഇപ്പോഴും യൂദായിൽ യേശുവിന്റെ ആത്മാവുണ്ടായി. യൂദാ ഗോത്രത്തിലുള്ള പിന്നീട് നമ്മുടെ ദാവീദിന്റെ ഉള്ളിൽ ആ സങ്കീർത്തനങ്ങൾ മുഴുവനും യേശുവിന്റെ ആത്മാവാണ് ദാവീദിലൂടെ പ്രവചിച്ചത്. അത് കഴിഞ്ഞ് സോളമന്റെ ഉള്ളിലുള്ള സോളമന്റെ ആത്മീയ കൃപ മുഴുവൻ യേശുവിന്റെ ആത്മാവാണ്. നമ്മൾ തിരുവചനം വായിച്ചു വരുമ്പോൾ നമ്മൾ പിന്നീട് കാണുന്നത് യേശുപിതാവിലേക്ക് വരികയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ വംശാവലി, അത് യേശുവിന്റെ ആത്മീയതയാണ്. യേശുവിന്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. 40 തലമുറയിലൂടെ യേശുപിതാവിൽ നിൽക്കുന്ന യേശുവിന്റെ ആത്മാവ്, നമുക്കറിയാം, ശരീരമെടുത്തത് മറിയത്തിൽ നിന്നാണ്. ആത്മാവിൽ ഇറങ്ങി വന്ന ദൈവം ശരീരമെടുത്തത് മറിയത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ യേശു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് ആത്മാവായ അബ്രാഹത്തിലൂടെ ആരംഭിച്ച വാഗ്ദാനം ആത്മാവായി കടന്നു വന്നുകൊണ്ട് അത് യേശു ക്രിസ്തുവിൽ ആത്മാവായി പൂർത്തിയായി. നമ്മളിനിയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ യേശു ക്രിസ്തുവിന്റെ അബ്രാഹത്തിന്റെ സന്തതികളാകേണ്ട ആവശ്യമില്ല. നമ്മളത് ആകണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെയാണ് നമ്മൾ മാമോദീസായിലൂടെ നാം തിരുസഭയിലായിരിക്കുമ്പോൾ രക്ഷയുടെ അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളെ രക്ഷയുടെ വഴിയിലേക്ക് നാം കടന്നു വന്നത് മാമോദീസായിലൂടെ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നാം സ്വീകരിച്ചപ്പോഴാണ്. നാം ഏത് ജനതയിൽപ്പെട്ടവരായിരുന്നാലും ആരായിരുന്നാലും, നമ്മൾ ഇസ്രായേൽ ഗോത്രത്തിലോ പുറത്തോ വിജാതീയരോ സജാതീയരോ ആരുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ ആത്മാവിനെ ആര് സ്വീകരിക്കുന്നു അവരാണ് നിത്യതയുടെ വഴിയിൽ കടന്നു വരിക, രക്ഷപ്പെടുക. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മുടെ മുമ്പിലേക്ക് നമ്മളെ നയിക്കാനായി, ഇത്രയും നാൾ നമ്മളെ നയിച്ച് നമ്മുടെ ജഡമോഹങ്ങളും ലോകത്തിന്റെ കാഴ്ചപ്പാടുമായിരുന്നെങ്കിലും നമ്മുടെ നിത്യതയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് മാമോദീസായുടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആത്മാവിൽ നാം നയിക്കപ്പെടേണ്ടവരായി തീരുവാനാണ് നമ്മൾ ഈ ഉപവാസം. ശരീരത്തിന്റെ കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആത്മാവ് നമ്മെ നയിക്കാനായിട്ട് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന, ആത്മാവിന്റെ കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതായത് ഉൽപ്പത്തിയിലെ ദൈവം അബ്രാഹത്തോട് അന്ന് പറഞ്ഞത് ഇതായിരുന്നു, ഞാനും നീയുമായൊരു ഉടമ്പടി യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അബ്രാഹത്തിന്റെ ഗോത്രത്തിൽ പറഞ്ഞ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന്റെ പാപമോചനം. ഉൽപ്പത്തി 3:15 അന്ന് ആദത്തോട് ഹവ്വായോടും പറഞ്ഞ അതേ വചനം, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് സാത്താനോട് പറഞ്ഞ വാക്ക്. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, അബ്രാഹത്തിന് മുമ്പ് നോഹയെ ദൈവം വിളിച്ചു. നോഹ എല്ലാ കാലം, പക്ഷെ ഏറ്റവും ഒടുവിൽ നോഹ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുന്ന നോഹയുടെ ഉള്ളിൽ ദുരാത്മാവ് കയറിയിട്ട് നോഹ തന്റെ മകനെ ശപിക്കുകയാണ്. ഒരാൾ പോലും നഷ്ടപ്പെടാതെ രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന് മദ്യപാനം വലിയൊരു ദുരന്തമാണ്. ഇന്ന് അനേക ആത്മാക്കളെ സാത്താന്റെ അടിമത്തിലേക്ക് അന്ന് നോഹ വംശാവലിയിൽ നിന്ന് പുറത്തു പോയതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെതായ മേഖലയിൽ ദുരാത്മാവ് കടന്നു വന്നുകൊണ്ട് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്, ദുരാത്മാവുണ്ട്. നമ്മളെ നിത്യതയിൽ നിന്നും പുറത്തു കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. ഞാൻ പറയും, മദ്യപിച്ച് കിടന്ന് ലക്ക് കിടന്ന് നഗ്നനായി കിടന്ന നോഹയുടെ നഗ്നത കണ്ടുകൊണ്ട് ഇളയ മകൻ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് കടന്നു പോയപ്പോൾ, ഉറക്കം തെളിഞ്ഞപ്പോൾ മൂത്ത 2 മക്കളും കൂടി നഗ്നത മറച്ചു.
അവസാനം ബോധം തെളിഞ്ഞു വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ തിരിച്ച മകനെ നോഹ ശപിക്കുകയാണ്. ഒരിക്കലും ഗുണം പിടിക്കില്ല. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച കനാന്യരെയൊക്കെ നശിപ്പിക്കുന്ന, പിന്നീട് ഇസ്രായേൽ മക്കൾ കടന്നു വരുമ്പോൾ അന്ന് നോഹയുടെ മക്കളായ കനാന്യരൊക്കെ ഇസ്രായേൽ മക്കളെ എതിർക്കുന്നവരായിട്ട് മാറി. അവരെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്, ദൈവത്തിനെതിരായി പോയ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീണ്ടും അബ്രാഹത്തെയാണ് ദൈവം വിളിച്ചത്. അബ്രാഹം വിശ്വസ്തനായി നിന്ന് വചനം പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്തനായി നിന്നുകൊണ്ട്. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി അമേരിക്ക മുഴുവനും, ലോകം മുഴുവനും വേണ്ടി, അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവനും വേണ്ടി, നമ്മളെ ആക്കിയിരിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമ്മൾ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ പാദങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ വെറും മനുഷ്യരുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. തിരുസഭയെ നയിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരുസഭയുടെ ഭാഗമായതുകൊണ്ട് മാമോദീസ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ്റെ ആത്മാവിനെ കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആ ബോധ്യം നഷ്ടപ്പെട്ടെങ്കിലെല്ലാം തീർന്നു. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പലപ്പോഴും ചിന്തിച്ചാണ് 2 കൊരിന്തോസ് 13:5 നമ്മൾ കടന്നു പോകാൻ, നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടും. നമ്മൾ വെറും ശരീരത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ ആത്മാവിൽ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലൂടെ വന്ന ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് നോമ്പുകാലം. അതായത് ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളെ നിത്യതയിലേക്ക്. ഇന്ന് ഷിക്കാഗോയിൽ നിന്നും മേരി ജേക്ക് പണയപ്പറമ്പില് സങ്കീർത്തനം 68 വായിച്ചത്. പക്ഷെ അതിനകത്തൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, ദൈവത്തിന്റെ അനന്തതയെക്കുറിച്ചാണ്. അബ്രാഹത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നു സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. അതായത് അനാദി മുതൽ അനാദി വരെ അവിടുന്ന് ദൈവമാണ്. സങ്കീർത്തനം 68:33 വചനമുണ്ട്, കർത്താവിന് കീർത്തനം പാടുവിൻ, ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിന്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തന്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ആത്മീയമായിട്ട് ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ അധികാരമുള്ളത്. പ്രിയമുള്ളവരെ, അപ്പൊ അബ്രാഹത്തിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ, അതായത് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്കിന്ന് നൽകിക്കൊണ്ടാണ് നമ്മൾ ആ ഉടമ്പടിയുടെ ദൈവത്തിന്റെ മക്കളുടെ ആ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത്. റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. റോമർ 8:12 പറയുന്നുണ്ട്, ആകയാൽ സഹോദരരെ, ജഡിക അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ജഡത്തിനുള്ള ശരീരത്തിന് അല്ലെങ്കിൽ ശരീരത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ അതിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. നിത്യമായ മരണത്തെക്കുറിച്ചാണ്. നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ആത്മാവിനാൽ നിഹരിക്കുന്നെങ്കിൽ, ആത്മാവിന്റെ ശക്തിയാൽ അല്ലെ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിന്റെ പ്രവണതകളനുസരിച്ച് ദേഷ്യവും വാശിയും വൈരാഗ്യവും മദ്യവും മയക്കുമരുന്നും ജഡിക പാപങ്ങളും ഒക്കെ ഇത് ശരീരത്തിന്റെ പ്രവണതകളാണ്. നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ യേശുവിനെ ഭൂമിയിൽ നയിച്ച എന്തെല്ലാം പ്രലോഭനങ്ങളും പരീക്ഷകളും ഉണ്ടായപ്പോൾ ആത്മാവ് നിറഞ്ഞവനായ യേശു സാത്താനെ നേരിട്ടതുപോലെയും ഈ ഭൂമിയിൽ നമ്മൾ യേശുവിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ മാത്രമേ നമ്മളൊരു അനുഗ്രഹമാവുള്ളൂ. അബ്രാഹത്തോട് ഉൽപ്പത്തിയിൽ ആദ്യം വിളിച്ച നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ നമ്മുടെ മക്കൾക്കൊരു അനുഗ്രഹമായിരിക്കണം. നമ്മുടെ വരും തലമുറയ്ക്കൊരു അനുഗ്രഹം. എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്നാണ്. നമ്മൾ എന്തുമാത്രം പണം സ്വരൂപിച്ചു വെച്ചാലും, എത്ര വലിയ കുടുംബ മഹിമയുണ്ട് നമ്മൾ കാണുകയാണ്, ഒന്നും ഒരു പ്രയോജനമില്ല. സാത്താൻ കയറി തകർക്കുകയാണെന്നില്ല കുടുംബ മഹിമയും പണവും പ്രതാപവും ഒക്കെ. ക്രിസ്തുവിന്റെ ആത്മാവ് കാൽവരിയിൽ സാത്താനെ പരാജയപ്പെടുത്തിയ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. തിന്മയെ ജയിച്ചുകൊണ്ട് മാത്രമല്ല,
നിത്യജീവനിലേക്ക്, ഒരിക്കലും അവസാനിക്കാത്ത ആ ജീവൻ നമ്മുടെ ആത്മാവിൽ. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് ശരീരവും മനസ്സും ആത്മാവും കൂടെ കൂടുന്നതാണ് നമ്മളെ മനുഷ്യൻ. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ആത്മാവില് ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളപ്പോഴാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അതാണ് റോമർ 8 പൗലോസ് പറഞ്ഞത്, എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ, നിഹനിക്കുക എന്ന് പറഞ്ഞാൽ ഹനിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നാണ്. ശരീരത്തിന്റെ പ്രവണതകളെ, ഈ ദേഷ്യവും വാശിയും വൈരാഗ്യവും എന്തെല്ലാമാണ്, ആരോടെല്ലാമാണ് നമുക്കിന്ന് പ്രതികാരമായിട്ടിരിക്കുന്നത്, അതെല്ലാം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ അറിയണം, മാനസാന്തരപ്പെടണം. ഈ നോമ്പിലെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ തകർന്നു വീഴാണ്, നമ്മൾ നശിച്ചു പോകും, നമ്മുടെ തലമുറകളൊക്കെ നശിച്ചു പോകും. ഇനി പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവണതകളെ ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് സ്നേഹവും പരിശുദ്ധാത്മവരങ്ങളെ, സ്നേഹവും ആനന്ദവും സമാധാനവും, ശരീരത്തിന്റെ ആഗ്രഹങ്ങളല്ലേ ആരാധന, നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കി ആത്മാവിനെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. ഇന്നെന്താ, നമ്മുടെ ശരീരത്തിന്റെ പണവും പേരും പ്രതാപവും പ്രശസ്തിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാവിനെ കൊല്ലുകയാണ്, ആത്മാവിനെ ഇല്ലാതാക്കണം, നിത്യജീവനിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ക്ഷമിക്കാനും പൊറുക്കാനും സ്വയം താഴാനും കുഴപ്പമില്ല. എനിക്കൊന്നും കിട്ടിയില്ല. അബ്രാഹത്തിന്റെ കാഴ്ചപ്പാട്, അബ്രാഹവും ലോത്തും കൂടെ പോയിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവസാനം അവരുടെ വേലക്കാർ നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലോത്തിന്റെ ഭാര്യ ലോത്തും കൂടെ പറഞ്ഞു, ഇത് ശരിയാകില്ല, നമുക്കിനി ഒന്നിച്ചു പോയാൽ ശരിയാകില്ല. അബ്രാഹത്തോട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുകയാണ്. അബ്രാഹം കരഞ്ഞത് കേട്ടപ്പോൾ, നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്, പോകണ്ട. അപ്പോൾ അവൻ പറഞ്ഞില്ല, ശരിയാകില്ല എന്ന് പറഞ്ഞ് ലോത്ത്. അപ്പോൾ അബ്രാഹാം പറഞ്ഞു, എങ്ങോട്ടാണ്? അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മനോഹരമായ സൊദോം ഗൊമോറ ഫലഭൂയിഷ്ടമായ പ്രദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോത്ത് പറഞ്ഞു, അത് എനിക്ക് വേണം, ഞാനത് എടുക്കുക എന്ന് പറഞ്ഞു. അബ്രാഹം ഒന്നും പറഞ്ഞില്ല. ബാക്കിയുള്ളതെല്ലാം മരുഭൂമിയാണ്. ഇവിടെ ഉള്ളതെല്ലാം അബ്രാഹത്തിന് അവരുടെ അടുത്ത് ദൂരെ പോകാതെ താമസിക്കണം. അബ്രാഹാം പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. ഫലഭൂയിഷ്ടമായ മനുഷ്യന്റെ കാഴ്ചപ്പാട് നല്ലതെന്ന് തോന്നുന്നതൊക്കെ എടുത്തു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ ലോത്തിനെയും ഭാര്യയും മക്കളെയും കൂടെ സൊദോമിലുള്ള ആൾക്കാർ പിടിച്ചുകൊണ്ടുപോയി. അവസാനം അബ്രാഹാം ചെന്നാണ് അവരെ വിടുവിക്കുന്നത്. അതിനപ്പുറം നമുക്കറിയാം, അബ്രാഹത്തെയാണ് സൊദോം ഗൊമോറ നശിപ്പിക്കാനായ ദൈവം കടന്നു പോകുമ്പോൾ അബ്രാഹത്തെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അബ്രാഹാം സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിതൊക്കെ അറിയണം പ്രിയമുള്ളവരെ. നമ്മൾ എന്തെല്ലാം ഭൂമിയിൽ നേടിയാലും, ഇല്ലേ, ഈശോ പറഞ്ഞില്ലേ, ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായ എന്ത് പ്രയോജനം? യോഹന്നാൻ 6:63 ഈശോ പറഞ്ഞതുകൊണ്ടാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, നിത്യജീവൻ. ഈ ഭൂമിയിലെ കുറെ നേരത്തേക്കുള്ള ജീവൻ അത് നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലേക്ക് നമ്മളെ എത്തിക്കരുതേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിത്യജീവൻ. അതായത് ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവണതകളെ ഇല്ലാതാക്കി ആത്മാവിനെ, നമ്മുടെ യേശുവിന്റെ ആത്മാവ്, ത്രിത്വിക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ആത്മാവിൽ വസിച്ച് നമ്മുടെ നിത്യതയിലേക്ക്, ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ച്, നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ കൂടെ ആരും കാണില്ല. ചുറ്റുപാടും കുറെ പേരെ കാണും, പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകും. നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കാകും. നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കാകാതിരിക്കാനാണ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. ഓർക്കുക, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് യേശുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അനാഥമായി പോകും. ദുഷ്ടാരൂപികൾ നമ്മളെ വലിച്ചു കീറും, ചീന്തും നമ്മുടെ ആത്മാവിനെ. അവിടെ വിലാപവും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നൊക്കെ ഈശോ പറഞ്ഞു മേറിയാണ്. നമ്മുടെ ആത്മാവിനോട് ചേർന്ന് എല്ലാവരോടും ക്ഷമിച്ച് പുറത്ത് കരുണ കാണിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ്. നമ്മുടെ ആത്മാവിൽ വസിക്കുന്നെങ്കിൽ നാം മരിക്കുമ്പോൾ നമ്മുടെ നിത്യതയിലേക്ക് എത്തിക്കുന്നത് ആണ്. യേശു യോഹന്നാൻ 14 പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. ലോകാവസാനം വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ സമയത്തും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയെ നമുക്ക് ചമ്പ പറഞ്ഞു, തൻ്റെ ശരീരം ഈ ഭൂമിയിൽ നൽകിയ പരിശുദ്ധ അമ്മയെ നമുക്ക് സഭയ്ക്ക്, യേശുവിൻ്റെ ശരീരമായ സഭയ്ക്ക് അമ്മയായി തന്നെ യേശു കുരിശിന്റെ ചുവട്ടിൽ യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ നൽകിയത്. യോഹന്നാൻ 19:30. ഇതാ നിന്റെ അമ്മ. തിരുസഭയ്ക്ക് നൽകിയ അമ്മ, താൻ ശരീരമെടുത്ത അമ്മയെ നമുക്ക് നൽകുകയാണ്. ഈ ഭൂമിയിലെ ശരീരത്തിന്റെ മേഖല ദൈവവചനപ്രകാരം
ആ പരിശുദ്ധ അമ്മയാണ് തന്റെ ജീവിതം മുഴുവനും ദൈവവചനത്തിനായി വേറെ ആരെയും യേശു കാണുന്നില്ല. ഈ ഭൂമിയിലെ തന്റെ ജീവിതം മുഴുവനും തന്റെ ശരീരവും മനസ്സും എല്ലാം വചനത്തിന് അനുസൃതമായി സമർപ്പിച്ച ഏക വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം ഒരിക്കലും ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകാതെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ, ആത്മാവിന്റെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കന്യകാ മറിയത്തെ തിരുസഭയ്ക്ക് യേശു അമ്മയായി നൽകിയത്, മറ്റൊന്നിനു വേണ്ടിയല്ല. നമ്മളത് അറിയണം. ഈ നോമ്പിലൂടെ കടന്നു പോയപ്പോഴേ യേശു തന്നെ പറഞ്ഞ് വെളിപാടിൽ പറയുന്നുണ്ട് ഇല്ലേ, അനാദിയായവനെ കുറിച്ചാണ് പറയുന്നത്. അനാദിയായവൻ അല്ലേ. എബ്രായർ 13:8 പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അബ്രാഹത്തിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. വെളിപാട് 1-ാം-അധ്യായം 8 പറയുന്നുണ്ട്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വീണ്ടും വെളിപാട് 1:17 ഒടുവിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, ഭൂമിയിൽ ശരീരത്തിൽ മരിച്ചു നമുക്ക് വേണ്ടി, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി, എന്നാൽ ഉത്ഥാനം ചെയ്തവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. വെളിപാട് 1:18 പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ കൂടെ ഈ നോമ്പിലായിരിക്കുമ്പോൾ അവനോടൊപ്പം ആയിരിക്കാനായിട്ട് നമ്മുടെ ആത്മാവിൽ ശക്തി പ്രാപിക്കാനായി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു പ്രക്രിയയിലാണ് നാം ആയിരിക്കുക. സുവിശേഷം ഇന്ന് ഈശോ യോഹന്നാൻ 8-ാം-അധ്യായം തുടരുകയാണ്. ഇന്നും ഈശോ പറയാണ്, അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടെന്നാണ് എൻ്റെ ഹെഡിങ് അവിടെ പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് ശരീരത്തിന്റെ ആത്മാവിന്റെ മേഖലയാണ് ഈശോ പറയുക. ശരീരം മരിക്കും നമുക്കറിയാം. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് ആ പിശാചുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനും അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും പിതാവായ യഹോവയായ ദൈവത്തെക്കുറിച്ച്, യഹൂദരെ വിളിക്കുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് യേശു പിതാവായ ദൈവം എന്ന് പറയുന്നു. അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. യേശു ക്രിസ്തുവിലാണ് അബ്രാഹത്തിന്റെ ആത്മാവ്. അബ്രാഹത്തിന്റെ ഉള്ളിൽ വെളിപ്പെടാനായി ശ്വാസം മുട്ടുന്ന പേര് അബ്രാഹം എന്നായിരുന്നു. അബ്രാഹത്തിന്റെ ഉള്ളിലുള്ള യേശുവിന്റെ ആത്മാവിന്റെ പേര് അബ്രാഹം എന്നായിരുന്നു. ഇസ്ഹാക്കിന്റെ ഉള്ളിലുള്ള യേശുവിന്റെ ആത്മാവ് പേര് ഇസ്ഹാക്ക് എന്നായിരുന്നു. യാക്കോബ് എന്നായിരുന്നു. യൂദ എന്നായിരുന്നു പേര്. ദാവീദ് എന്നായിരുന്നു പേര്. സോളമൻ എന്നായിരുന്നു പേര്. യേശു പിതാവ് എന്ന പേര്. എന്നാൽ യേശു ക്രിസ്തു മറിയത്തിലൂടെ, അതാണ് മറിയത്തോടാണ് പറഞ്ഞത്, അവന്റെ പേര് യേശു. അവൻ എന്തെന്നാൽ മനുഷ്യവർഗത്തെ, എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക. അതാണ് യേശു എന്ന പേരിന്റെ അർത്ഥം. അത് മറിയത്തോടാണ് ആ പേര് പറഞ്ഞത്. യേശു പിതാവിനോട് ആ പേര് പറഞ്ഞു. അതിനു മുമ്പ് ആ പേര് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അവരുടെയൊക്കെ പേരായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, അബ്രാഹത്തിനു മുമ്പ് എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് കണ്ടു. പ്രിയമുള്ളവരെ, അതാണ് പറഞ്ഞത്, ഭൂമിയിലെ സകല ആകാശ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ, കടൽ തീരത്തെ മണൽ തെരിവോ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഇന്ന് നമ്മളൊക്കെ ഉൾപ്പെടുന്ന ലോകത്തിൽ യേശുക്രിസ്തുവിനെ അറിയുന്ന, രക്ഷയുടെ ലോകം മുഴുവനുള്ള മനുഷ്യവർഗം മുഴുവനെ വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെ
യേശു കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ സന്തതി പരമ്പരകളെ കണ്ടു എന്ന് പറഞ്ഞ അബ്രാഹത്തോട് ഉടമ്പടി ചെയ്ത ആ ഉടമ്പടിയാണ് യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് കണ്ടത്. എല്ലാവരും ഭൂമിയിലെ എല്ലാവരും ദൈവമക്കളായി തീരുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മ പിതാവേ അവിടുത്തെ രാജ്യം വരണമേ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഈ ഭൂമിയിലെ ദൈവരാജ്യം വരുന്നത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് വാഴുമ്പോഴാണ്. ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും ജനതകളിലുമുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആത്മാവ് വാഴുമ്പോഴാണ്. സംഗീതം 110 പറയുന്നുണ്ടല്ലേ, ഞാൻ നിന്റെ സകല ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. സകല ജാതി ജനതകളുടെ മേലും ആ ജോവേൽ പ്രവചനം, ആ നാളുകളിൽ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇത് ദൈവിക പ്രവചനമാണ്, നിറവേറുന്നതാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കൺമുമ്പിലൊന്നും നടക്കുന്നില്ലെങ്കിലും വരാനിരിക്കുന്ന കാലങ്ങളിൽ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ആത്മാവിലെ ദാനിയേലിനോട് പറഞ്ഞാൽ ഇപ്പോൾ പോവുക, നിന്റെ സമയം എന്ന് പറയും, നീ കിടന്നുറങ്ങുക, നീ നിദ്ര പ്രാപിച്ചുകൊള്ളുക. നിന്റെ കാലശേഷമായിരിക്കും സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കാലശേഷം സംഭവിക്കാതിരിക്കുന്ന വലിയ നമ്മൾ വിശ്വസിക്കണം. ഇതൊക്കെ ദൈവവചനം നിറവേറുന്നവയാണ്. നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കട്ടെ. എപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനി 50 വയസ്സായിട്ടല്ല, ഇനി എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നോ? യേശു പറഞ്ഞു, സത്യസത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അബ്രാഹത്തിന് ഉണ്ടാകുന്ന മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്ത്, എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞു ദേവാലയത്തിന് പുറത്തുപോയി. അതെ, ആ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തുന്ന തിരുസഭയെ നയിക്കുകയാണ് എന്ന് പറയുമ്പോൾ, തിരുസഭ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കണം. തിരുസഭ എന്ന് പറയുമ്പോൾ പന്തക്കുസ്ത നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് കൈമാറി തോമാസ് ശ്ലീഹായിലൂടെ കേരളത്തില് ഇന്ത്യയിൽ വന്ന് നമ്മുടെ ആത്മാവിലെ കൈമാറിയ ആ പരിശുദ്ധാത്മാവിന് നമ്മളെ നയിക്കണം, നമ്മളെ അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. വിശ്വാസികളുടെ സമൂഹത്തിൽ നമ്മൾ അകന്നു പുറത്തു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് യേശു കുദാശയായി തൻ്റെ കുരിശുമരണത്തിന് മുമ്പ് സ്ഥാപിച്ച കുദാശയായ വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ അപ്പത്തിന്റെ രൂപത്തിൽ, വീഞ്ഞിന്റെ രൂപത്തിൽ കാശിയിൽ കാണപ്പെടുന്നവന് ആത്മാവായി മരിച്ചുയർത്തെന്ന് ജീവിക്കുകയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.